ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് പേപ്പറിൽ വരുന്ന യൂണിറ്റ് 1 ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻ ആണ്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് ആണിത്. നമ്മളുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ട് വരുന്ന യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മളുടെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് അല്ലേ, നമ്മളുടെ പേപ്പർ തന്നെ നമ്മൾക്ക് അറിയാം നമ്മൾ സോഷ്യോളജിക്കലി എങ്ങനെയാണ് ഡെവലപ്മെന്റിനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഓക്കെ, അവർക്ക് നല്ല ഡെവലപ്മെന്റ് ഉണ്ട്, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡെവലപ്മെന്റിനെ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ആയിട്ട് കാണേണ്ട കാര്യമില്ല അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്, പ്രോഗ്രസ് ആണ്, ഒരാളുടെ വളർച്ചയെ സൂചിപ്പിക്കുകയാണ് അല്ലെ. അതായത് അയാളുടെ ഒരു കാര്യത്തിലുള്ള ഇംപ്രൂവ്മെന്റ്, അതിപ്പോ എന്ത് രീതിയിലായിക്കോട്ടെ, ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്, ആ ഒരു വളർച്ച, അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. ചിലപ്പോൾ ഇൻഡിവിജ്വലിനാവാം, സൊസൈറ്റിയിലാവാം, മൊത്തത്തിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വളർച്ചയിലൂടെ വന്നിട്ടുള്ളതാണ് അല്ലെ. ഡെവലപ്മെന്റ് എങ്ങനെയാ, പെട്ടെന്ന് ഉണ്ടായതാണോ? നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാലക്രമേണ എന്താണ്, ഒരുപാട് നമ്മുടെ സൊസൈറ്റി വളർന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ സൊസൈറ്റി ഒരുപാട് കാലക്രമേണ വളർന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രോഗ്രസ്സുകൾ നമുക്ക് ഉണ്ടായതായിട്ട് കാണാൻ പറ്റൂ അല്ലെ. സൊസൈറ്റിയിൽ ഒരുപാട് ഗ്രോത്ത്, ഒരുപാട് ചേഞ്ചുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ, നമ്മൾ എന്താ, മോഡേണൈസേഷനിലൂടെയൊക്കെ ഒരുപാട് ചേഞ്ച്, നമ്മുടെ പണ്ടത്തെ സൊസൈറ്റി അല്ല നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരുപാട് ചേഞ്ചുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ എക്കോണമിക്കലി മാത്രം വളർന്നിട്ടുള്ളതാണോ, അല്ലെങ്കിൽ സാമ്പത്തികപരമായി മാത്രം വളർന്നതാണോ? അല്ല. നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, സാമ്പത്തികപരമായി ഒരു സൊസൈറ്റി വളരുന്നതല്ല, മൊത്തത്തില് സോഷ്യലി ഹ്യൂമൻ ഡെവലപ്മെന്റ്, മൊത്തത്തിൽ ആ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന വളർച്ചയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാ അല്ലെ. സാമ്പത്തികപരമായി മാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വളർച്ച എന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തില് സോഷ്യലി അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള സൊസൈറ്റിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ ഡെവലപ്പിംഗ് സൊസൈറ്റിയാ, വളർന്നുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാ അല്ലെ. അതുപോലെ അമേരിക്ക ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ, ഡെവലപ്ഡ് ആണ്, വളർന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന സൊസൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വളർന്നുണ്ടായതല്ല, ഒരുപാട് സ്റ്റേജുകളിലൂടെ നമ്മളുടെ ഹ്യൂമൻ സൊസൈറ്റി കടന്നു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സൊസൈറ്റീനെ നമ്മൾ ആ ഒരു സ്റ്റേജുകൾ നോക്കുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ എന്താണ്, സാവേജറി ആയിരുന്നു, അതിൽ നിന്ന് ബാർബറിസത്തിലേക്കും ദെൻ സിവിലൈസേഷനിലേക്കും വന്നു. സാവേജറി എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന, വേട്ടയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. അവിടുന്നൊക്കെ മാറി എന്താണ്, ഒരുപാട് സൊസൈറ്റി വളരാൻ തുടങ്ങി, സിവിലൈസേഷൻ വന്നു, സൊസൈറ്റിയിൽ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തിയോളജിക്കലി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുള്ളതായിരുന്നു സൊസൈറ്റിയിലെ. അതായത് സൊസൈറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടെങ്കിലും, ഇപ്പൊ ഒരു മഴ പെയ്യാണെങ്കിൽ പറയും, കൂടുതൽ മഴയാണെങ്കിൽ പറയും ദൈവകോപം കൊണ്ടാണ് കൂടുതൽ മഴ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വെയിൽ ഉണ്ടാകുമ്പോൾ പറയും ഇതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും റിലീജിയനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് സൊസൈറ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പൊ എന്താണ്, ആ ഒരു തിയോളജിക്കൽ തിങ്കിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ റിലീജിയനിൽ അടിസ്ഥാനമായിട്ടുള്ള തിങ്കിങ്ങിൽ നിന്ന് സയന്റിഫിക് തിങ്കിങ്ങിലേക്ക് മാറി, കൂടുതൽ സയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിങ്കിങ് ആയിട്ട് സൊസൈറ്റി മാറിയിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ സൊസൈറ്റി ഭയങ്കര സിമ്പിൾ ആയിരുന്നു പണ്ട് കാലത്ത്. എല്ലാ ആളുകളും ഒരേപോലെയുള്ള ജോലികൾ ചെയ്യുന്നു, എല്ലാവരും ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിന് പോകുന്നു, എന്താണ്,
അതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ അവരുടെ ആ ഒരു ഹണ്ടിങ് ആൻഡ് ഗാദറിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് അവർ ജീവിക്കുന്നു. അല്ലാതെ എന്താ പറയാ സ്റ്റാറ്റസ്, അതുപോലെ റോളുകൾ, അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, എക്കോണമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. അപ്പൊ ഒരു സിമ്പിളിൽ നിന്നും കോംപ്ലക്സ് സൊസൈറ്റിയിലേക്ക് സൊസൈറ്റി മാറിയിട്ടുണ്ട് അല്ലെ. കോംപ്ലക്സ് ആയി സൊസൈറ്റി, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാസ്റ്റ് വന്നു, ജാതി വന്നു, സ്റ്റാറ്റസ് വന്നു, റോള് വന്നു അല്ലെ. ഒരുപാട് നോംസ്, വാല്യൂസ്, കുറെ കോംപ്ലക്സ് ആയി നമുക്ക് സൊസൈറ്റി മാറി. അതുപോലെ എന്താണ്, അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു, ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റും ഇല്ലാതിരുന്ന സൊസൈറ്റിയിൽ നിന്നും ഡെവലപ്ഡ് സൊസൈറ്റി ആയിട്ട് മാറി അല്ലേ. അതുപോലെ തന്നെ ആൻഷ്യൻ സൊസൈറ്റിയിൽ നിന്നും, പണ്ട് കാലത്തുള്ള ആൻഷ്യൻ സൊസൈറ്റിയിൽ നിന്നും ഫ്യൂഡലിലേക്കും, ഫ്യൂഡലിസം ഒക്കെ നമുക്കറിയാം അല്ലെ. നോബിൾസിനൊക്കെ ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായിരുന്നതാണ് ഫ്യൂഡൽ സൊസൈറ്റി. ഏറ്റവും താഴേക്കിടയിലുള്ളത് ആരാണ്? സെർവൻസ് ആണ്, സാധാരണ ജോലി ചെയ്തിരുന്ന ആളുകൾ. അവിടുന്ന് എന്താണ്, ക്യാപിറ്റലിസത്തിലേക്ക് മാറി, മുതലാളിത്തത്തിലേക്ക് സൊസൈറ്റി മാറി. അതുപോലെ എന്താണ്, അഗ്രേറിയൻ, പണ്ട് കാലത്ത് അഗ്രേറിയൻ, റൂറലും ഫാമിംഗ് ഒക്കെ ആയിരുന്നു. അവിടുന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് മാറി, അർബനും മോഡേണൈസേഷൻ ഒക്കെ വന്നു. അതുപോലെ തന്നെ മെക്കാനിക്കൽ സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മൾ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്നും ഓർഗാനിക് സോളിഡാരിറ്റിയിലേക്ക് മാറി. ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, മോഡേൺ സൊസൈറ്റിനെയാണ് നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ സൊസൈറ്റിയിലുള്ള എന്താ പറയാ ഈ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായി. മൊത്തത്തിൽ എന്താ പറയാ സാവേജറിൽ നിന്ന് ബാർബറിസത്തിലേക്കും, തിയോളജിയിൽ നിന്ന് സയന്റിഫിക്കിലേക്കും, സിമ്പിൾ സൊസൈറ്റിയിൽ നിന്ന് കോംപ്ലക്സ് സൊസൈറ്റിയിലേക്കും, അണ്ടർ ഡെവലപ്ഡ് നിന്ന് ഡെവലപ്ഡ് സൊസൈറ്റിയിലേക്കും, അങ്ങനെ മൊത്തത്തിൽ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാലക്രമേണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എവല്യൂഷൻ ഉണ്ടായല്ലേ. പെട്ടെന്ന് ഉണ്ടായ ഒരു മാറ്റമല്ല, കാലക്രമേണ സൊസൈറ്റിയിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. അതുപോലെ നല്ല രീതിയിൽ പ്രോഗ്രസും ചേഞ്ചും ഗ്രോത്തും ട്രാൻസ്ഫോർമേഷനും ഒക്കെ സൊസൈറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് ആ സൊസൈറ്റിയിൽ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ എവല്യൂഷൻ വന്നിട്ടുണ്ടാവണം. എവല്യൂഷൻ വന്നതുകൊണ്ടല്ലേ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എവല്യൂഷൻ, നമ്മൾ ലാറ്റിൻ വേർഡ് എവോൾവറി എന്ന് പറയുന്ന, അതായത് എവോൾവറിയുടെ മീനിങ് വരുന്നത് ടു അൺഫോൾഡ് ഓർ ടു ഡെവലപ്പ് എന്നാണ്. അപ്പോൾ ആ ഒരു വേർഡിൽ നിന്നാണ് എവല്യൂഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. സിമിലർ ടു സാൻസ്ക്രിത് വേർഡ് വികാസ്. അപ്പൊ വികാസ് എന്ന് പറഞ്ഞാൽ എന്താ, വികസിക്കുക, വളരുക. അപ്പൊ വികസനത്തിലൂടെയാണ് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അതായത് എന്താണ്, ഇന്റേണൽ ഗ്രോത്ത് ഉണ്ടാവുക, മൊത്തത്തിലുള്ള വികസനം, നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തത്തിലുള്ള വളർച്ച. അത് ഗ്രാജുവലി ഓരോ സ്റ്റേജിൽ നിന്നും, ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് മൊത്തത്തിലുള്ള വളർച്ചയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ആ പ്രോഗ്രസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത് പ്രാഗത് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ്. പ്രാഗ്രത് എന്ന് പറഞ്ഞാൽ മൂവ് ഫോർവേഡ് എന്നാണ്. അതായത് കൂടുതൽ മുന്നോട്ട് വരിക, മൊത്തത്തില് ലേണിംഗ് ആയിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, ഡിഫറെന്റ് ഏരിയാസിൽ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുക, കൂടുതൽ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് നമ്മളുടെ പേപ്പറിന്റെ പേര് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സോഷ്യോളജിക്കലി ഒരു ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ പഠിച്ചു പോയാൽ പോരാ, സോഷ്യോളജിക്കലി നമ്മൾ ഈ ഡെവലപ്മെന്റിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ പെർസ്പെക്റ്റീവിലാണ് ഈ ഡെവലപ്മെന്റ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഫങ്ഷണൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നിയോ കോൺഫ്ലിക്റ്റിലുണ്ട്, സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിലുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് അടുത്ത സ്ലൈഡുകളിലായിട്ട് നോക്കാം. അതുപോലെ വെബർ, ഡർക്കിയും പാസൺസിന്റെ ഒക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്താണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അടുത്ത സ്ലൈഡുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മുടെ ആദ്യത്തെ സോഷ്യോളജിസ്റ്റ് ആയിട്ട് വരുന്നത് അഗസ്റ്റ് കോംത് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 1798 to 1857 ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം വളരെ മുന്നേ ബാക്കിയുള്ള സോഷ്യോളജിസ്റ്റിൽ നിന്നൊക്കെ എന്താണ്, വളരെ മുന്നേ തന്നെയുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദർ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ അഗസ്റ്റ് കോംത് ആണ് സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് വരുന്നത്.
അപ്പൊ അദ്ദേഹം സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചേഞ്ചും അതുപോലെ ഡെവലപ്മെന്റും സൊസൈറ്റിയുടെ വളർച്ചയും അതുപോലെ സൊസൈറ്റിയുടെ പ്രോഗ്രസിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പഠിക്കുകയുണ്ടായി. ഹ്യൂമൻ സൊസൈറ്റിയുടെ പ്രോഗ്രസ്, ഹ്യൂമൻ സൊസൈറ്റിയുടെ വളർച്ചയെ പറ്റി അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ. അപ്പൊ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സൊസൈറ്റിയെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയുണ്ടായി. അപ്പൊ ആ 2 പാർട്ട് വരുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് എന്നാണ്. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ, സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? നിശ്ചലമായ കാര്യങ്ങളാണ് അല്ലെ. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചലിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡൈനാമിക് എന്ന് പറയാം. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സൊസൈറ്റിയിൽ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴും സ്റ്റാറ്റിക് ആയി നിലനിൽക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴും നിശ്ചലമായി തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് അദ്ദേഹം വിളിച്ചത്. ഇപ്പൊ ഫാമിലി നോക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതൽ ഇന്നും സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റിക്സ് ആണല്ലേ, ഇന്നും അത് എന്താ പറയാ നിശ്ചലമായി സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതാണ് റിലീജിയൻ. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റും. അപ്പൊ എല്ലാ രീതിയിലുമുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നിശ്ചലമായി നിൽക്കുന്നത്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിശ്ചലമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിച്ചു. സോഷ്യൽ ഡൈനാമിക്സ് എന്തൊക്കെയാ? നമ്മളുടെ സോഷ്യൽ ചേഞ്ചിന്റെ ഡെവലപ്മെന്റിന്റെ ഒക്കെ സ്റ്റഡികൾ, അതായത് നമുക്ക് ചലനം ഉണ്ടാക്കുന്നവ. ഇപ്പൊ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ഒരുപാട് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാറ്റിക് അല്ല അല്ലെ, അവിടെ ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അവിടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിൽ മാറ്റം ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം സോഷ്യൽ ഡൈനാമിക്സ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ഒരു രീതിയിൽ അദ്ദേഹം സൊസൈറ്റീനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയാ, ഹ്യൂമൻ സൊസൈറ്റീനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് സൊസൈറ്റീനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്, ബിലീവ്ഡ് യൂറോപ്യൻ ഹിസ്റ്ററി ഇസ് ഈക്വൽ ടു ഹിസ്റ്ററി ഓഫ് ഹോൾ ഹ്യൂമൻ റേസ് എന്നാണ്. യൂറോപ്യൻ ഹിസ്റ്ററിനെ അദ്ദേഹം വിളിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഓൾ ഹ്യൂമൻ റേസ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം തിയോളജിക്കലി ഒക്കെ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം കൂടുതലായിട്ടും ഹ്യൂമൻ സൊസൈറ്റിയുടെ ചേഞ്ചും ഡെവലപ്മെന്റും പ്രോഗ്രസിനെയൊക്കെ കൂടുതലായിട്ടും അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ന്യൂ എമേർജിങ് സൊസൈറ്റി എന്ന് പറയുന്നത് സയന്റിഫിക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലും രീതിയിലുള്ള സൊസൈറ്റിയാണ് അല്ലെ. അതുപോലെ എന്താ പറയാ, സയൻസിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങി, സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോ എന്താ പറ്റിയേ? പ്രീസ്റ്റിന്റെ ഒക്കെ എന്താ പറയാ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, തിയോളജിയൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, റിലീജിയന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട് സയൻസിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ ബിസിനസ്മാനും മാനേജേഴ്സും ഒക്കെ എന്താ പറയാ അവരൊക്കെ കൂടുതൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാൻ വേഴ്സസ് നേച്ചറിന്റെ ഒരു സ്ട്രഗിൾ വന്നു. അതായത് സയൻസും ടെക്നോളജിയും ഒക്കെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ സൊസൈറ്റി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ സൊസൈറ്റി പ്രോഗ്രസ് ആയിട്ടുള്ളത്, ഹ്യൂമൻ സൊസൈറ്റി വളർന്നിട്ടുള്ളത് ഈ ഒരു 3 സ്റ്റേജിലൂടെയാണെന്നാണ് അഗസ്റ്റ് കോംറ്റ് പറയുന്നത്. അപ്പൊ 3 സ്റ്റേജ് ഏതൊക്കെയാണ്? തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ്. അപ്പൊ ഈ 3 സ്റ്റേജ് നമ്മൾ അഗസ്റ്റ് കോംറ്റിനെ പറ്റി പഠിക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു 3 സ്റ്റേജിലൂടെ കടന്നു വന്നിട്ടുള്ളതാണെന്നാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ തിയോളജിക്കൽ സ്റ്റേജ് ആണ്. തിയോളജിക്കൽ സ്റ്റേജിൽ പറയുന്നത് കൂടുതൽ തിയോളജി എന്താണ്? ദൈവത്തെ പറ്റിയിട്ടുള്ള പഠനം, ദൈവത്തിന്, സ്പിരിറ്റിന്, സൂപ്പർ നാച്ചുറൽ ഫോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ മഴ വരികയാണെങ്കിൽ അത് ദൈവത്തിനും കോപം വന്നു, അതുകൊണ്ട് മഴ വരികയാണ്. എന്താണ് ആ ഒരു കാര്യത്തെ, നാച്ചുറലി നടക്കുന്ന ഒരു കാര്യത്തെ റിലീജിയനായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നാല് അത് ദൈവകോപം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയാ, ആ ഒരു അസുഖത്തെ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ് കൊടുക്കാതെ, സയന്റിഫിക്കലി അതിനെ നോക്കാതെ റിലീജിയനായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ആ ഒരു സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, തിയോളജിക്കൽ സ്റ്റേജ്. എല്ലാ കാര്യങ്ങളും റിലീജിയനായിട്ട് കണക്ട് ചെയ്യാണ്.
അടുത്ത സ്റ്റേജ് ആണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ എന്താണ്, കുറച്ചൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങി, സയൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു തിയോളജിന്ന്, എന്നാൽ ആളുകൾ തിയോളജിയിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ചെറിയ രീതിയിൽ മാറ്റം വരാൻ വേണ്ടി മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ തുടങ്ങിയിട്ടുണ്ട്. പോസിറ്റീവിലേക്ക് വരുമ്പോൾ എന്താണ്, ആളുകൾക്ക് ഇപ്പം അസുഖം കൂടുതലാണ്, അത് ദൈവത്തിന്റെ കോപമല്ല, അവിടെ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു എന്താ പറയാ, ഈ ഒരു കാരണം കൊണ്ടാണ് ആ വ്യക്തിക്ക് ആ ഒരു അസുഖം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മഴ കൂടിയത് ദൈവകോപം കൊണ്ടല്ല, മേഘവിസ്ഫോടനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടാണ് മഴ കൂടിയിട്ടുള്ളത്. എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉണ്ടായി, പ്രോപ്പർ ആയിട്ട് ആളുകൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, സയന്റിഫിക്കലി റീസൺസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ അതാണ് പോസിറ്റീവ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ 3 സ്റ്റേജുകളിലും എന്താ പറയാ, മൊത്തത്തിൽ സൊസൈറ്റിയിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആളുകൾ റിലീജിയണിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ എന്താ പറയാ, സയന്റിഫിക് സ്റ്റേജ് വരെ എത്തി. അപ്പൊ ആ ഒരു രീതിയിൽ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു 3 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അഗസ്റ്റ് കോംപ്റ്റ് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ് ലേവിസ് എച്ച് മോർഗൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലയളവ് 1888 മുതൽ 1881 വരെയാണ്. പഠിക്കാൻ വളരെ എളുപ്പമാണ് കാലഘട്ടം, എല്ലാത്തിലും 8ഉം 1ഉം വരുന്നോണ്ട് തന്നെ എളുപ്പമുള്ള നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം സിസ്റ്റമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഒരു ഹ്യൂമൻ സൊസൈറ്റിയുടെ എവല്യൂഷനെ അദ്ദേഹം സിസ്റ്റമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റി 3 സ്റ്റേജുകളിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം എന്താണ്, സാവേജറി, ബാർബറിസം, സിവിലൈസേഷൻ. അപ്പൊ ഈ 3 സ്റ്റേജുകളിലൂടെയാണ് സൊസൈറ്റി പാസ് ചെയ്തു പോയിട്ടുള്ളത്. കാലക്രമേണ സൊസൈറ്റി ഡെവലപ്പ് ആയിട്ടുള്ളത്, സൊസൈറ്റി ഇവോൾവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 3 സ്റ്റേജിലൂടെയാണ്. അപ്പൊ സാവേജറി എന്ന് പറയുമ്പോൾ എന്താണ്, സാവേജറി ആൻഡ് ബാർബറിസം അത് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ലോവർ മിഡിൽ എന്നുള്ള രീതിയിൽ, ലോവർ മിഡിൽ അപ്പർ എന്നുള്ള രീതിയിൽ ഈ ഒരു സാവേജറി ആൻഡ് ബാർബറിസം പിന്നെയും അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഹ്യൂമൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ നേച്ചറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ സൊസൈറ്റി പ്രോഗ്രസ് ആയി നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റൂലേ. അപ്പൊ സൊസൈറ്റി പ്രോഗ്രസ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾക്ക് നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എബിലിറ്റി ഉണ്ടോ, നമ്മൾക്ക് നേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ നമ്മളുടെ സൊസൈറ്റി പ്രോഗ്രസ് ആണെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അതുപോലെ തന്നെ നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സബ്സിസ്റ്റൻസ് നമ്മൾക്കുണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് അല്ലെ, ടൂൾസുകൾ നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ ടെക്നോളജികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡിസ്കവറി ഓഫ് ഫയർ, അതുപോലെ ബോ ആൻഡ് ആരോ അതിന്റെ ഇൻവെൻഷൻ ഉണ്ടായി, അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, അഗ്രികൾച്ചർ, റൈറ്റിംഗ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രിന്റിംഗ് മെഷീൻ ആയിക്കോട്ടെ, വീൽ ആയിക്കോട്ടെ. ഇപ്പൊ വീലിന്റെ ഒക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, വീലിന്റെ ഒക്കെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മൊത്തത്തില് സൊസൈറ്റീനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണല്ലേ. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായതും ഇത്രയും കൂടുതൽ വികസനം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളതും. അപ്പൊ ആ ഒരു രീതിയിൽ മൊത്തത്തിലുള്ള എന്താ പറയാ, അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഓഫ് സബ്സിസ്റ്റൻസ് സൊസൈറ്റിയിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ മോർഗൻ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി ലിങ്ക് ചെയ്യുന്നത് ആളുകൾക്ക് ഫുഡ് പ്രൊഡക്ഷനുള്ള ഡെവലപ്മെന്റ് ഉണ്ടോ, അതുപോലെ തന്നെ ടെക്നോളജിയിൽ ആളുകൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്, ആ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ആളുകൾക്ക് ഫുഡ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല, അതുപോലെ നല്ല രീതിയിലുള്ള ടെക്നോളജി ആളുകൾ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, ആ ഒരു ഹ്യൂമൻ സൊസൈറ്റി ഡെവലപ്മെന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് മോർഗൻ അദ്ദേഹത്തിന്റെ വാദം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു സൊസൈറ്റി വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ നേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം നമ്മൾ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞല്ലേ, സേവേജറി, ബാർബറിസം, സിവിലൈസേഷൻ എന്നുള്ള രീതിയിൽ സൊസൈറ്റീനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാവേജറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്, ഫയറും ഫിഷിങ്ങും ഹണ്ടിങ്ങും അതുപോലെ ബോ ആൻഡ് ആരോ, അമ്പും വില്ലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു പഴയ കാലം, ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് സാവേജറി എന്ന് പറയുന്നത്. ബാർബറിസത്തിലേക്ക് വരുമ്പോഴോ കുറച്ചുകൂടെ പുരോഗമിച്ച സൊസൈറ്റി,
പോട്ടറി, ഫാമിങ്ങും ഡൊമസ്റ്റിക്കേഷനും അയൺ ടൂളും അതുപോലെ ആളുകൾ എഴുതാനൊക്കെ ആരംഭിച്ചത് ബാർബറിസത്തിലാണ്. കുറച്ചുകൂടെ സൊസൈറ്റി വളർന്നു ബാർബറിസത്തിലേക്ക് വരുമ്പോൾ. ഇനി സിവിലൈസേഷൻ എന്താണ്? കുറച്ചുകൂടെ സൊസൈറ്റിയിൽ പുരോഗമനം ഉണ്ടായി, ഇൻഡസ്ട്രികൾ വളർന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അതുപോലെ ആർട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, അതുപോലെ നോളജ് ഒക്കെ ആയിക്കോട്ടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് വന്നു. ആ ഒരു രീതിയിൽ സൊസൈറ്റി വളർന്നു സിവിലൈസേഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ ലൂയിസ് എച്ച് മോർഗൻ ഈ ഒരു അടിസ്ഥാനത്തിലാണ് സൊസൈറ്റി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സാവേജറി, ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ കാൾ മാർക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവില് സൊസൈറ്റീനെ കാണുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓരോ കാലയളവിലും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ അല്ല. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയുടെ റിയൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എക്കോണമിക് സ്ട്രക്ചർ ആണ്. എക്കോണമിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. വർക്കുകൾ എങ്ങനെ നടക്കുന്നു, ആളുകൾ എങ്ങനെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പ് എന്താണ്. ഈ റിലേഷൻഷിപ്പ് പറയുന്നത് ആളുകളുടെ ഒരു പേഴ്സണൽ ചോയ്സ് അല്ല, പക്ഷെ എന്താണ്, ഡെവലപ്മെന്റിലൂടെ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് എക്കോണമിയാണ്. ബാക്കിയുള്ള സോഷ്യൽ ഐഡിയാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹത്തിന്റെ വാദം പറയുന്നത് സൊസൈറ്റിയുടെ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായാലും, സൊസൈറ്റി എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, കാലക്രമേണ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായാലും സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് എക്കോണമിക് സ്ട്രക്ചർ ആണ്. അപ്പൊ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം 4 മേജർ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് മോഡലാണ്. ഏഷ്യാറ്റിക് മോഡലിൽ എന്താ, അവിടെ ആർക്കും പ്രത്യേകമായി പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊന്നുമില്ല, എല്ലാവർക്കും ലാൻഡ് ഉണ്ട്. കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റിക്കാണ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. പക്ഷെ എന്താണ്, സ്റ്റേറ്റിന്റെ കൺട്രോൾ ഉണ്ടെങ്കിലും അവിടെ എന്താ, പേഴ്സണൽ ആയിട്ടൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ അവിടെ എന്താണ്, കോമൺ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ആൻഷ്യൻ മോഡലിലേക്ക് വരുമ്പോഴോ സ്ലാവറി, ഏൻഷ്യൻ മോഡലിലേക്ക് വരുമ്പോൾ സ്ലാവറി അവിടെ കൂടുതലായിരുന്നു. സ്ലാവറിയിൽ അടിമത്തത്തിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഏൻഷ്യൻ മോഡൽ എന്ന് പറയുന്നത്. പിന്നെയാണ് ഫ്യൂഡൽ മോഡൽ വരുന്നത്. ഓക്കെ, ഫ്യൂഡലിൽ എന്താ പറ്റിയത്, പെസൻസ് അതുപോലെ ലാൻഡ് ലോഡ്സ്, പെസൻസിനൊക്കെ ഒരുപാട് രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫ്യൂഡൽസിനായിരുന്നു എല്ലാ രീതിയിലുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്നത്. ഫ്യൂഡൽസ് പെസൻസിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡായിരുന്നു. ദെൻ ക്യാപിറ്റലിസ്റ്റ് മോഡിലേക്ക് വന്നു. അവിടെ എന്താ, ക്യാപിറ്റലിസം, മുതലാളിത്തത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ്, അതുപോലെ ഫ്രീ ലേബർ മാർക്കറ്റും റാപ്പിഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഇത്രയും 4 മേജർ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ കാൾ മാർക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസർ, അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1820 to 1903 ആണ്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരേ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് ചെയ്യുന്നില്ല, സൊസൈറ്റി എന്ന് പറയുന്നത് തിരിച്ചു വരുന്നില്ല, ഒരേ ഡയറക്ഷനിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാദാണല്ലേ, ബാക്കിയുള്ള സോഷ്യോളജിസ്റ്റിനെയൊക്കെ സംബന്ധിച്ച് എന്താണ്, സൊസൈറ്റി ഒരേ ഡയറക്ഷനിൽ ഒരു നേർരേഖയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡാർവിൻ, ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷ്യസിലെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്, സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ യൂണിഫോം ആയിട്ടുള്ള, എല്ലാവരും ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു, അവിടെ ഒരു യൂണിഫോം സ്ട്രക്ചർ ആണ് അല്ലെ, ഒരേ രീതിയിലുള്ള സൊസൈറ്റി, അവിടെ എന്താ പറയാ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ യൂണിഫോം ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റിന്ന് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി, ഡൈവേഴ്സ് ആയി, ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ടൈപ്പുകൾ വന്നു. ഓക്കെ, ഒരു സോഷ്യൽ ഓർഗനൈസേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രിയലൈസേഷൻ, മോഡേണൈസേഷൻ, അർബനൈസേഷൻ, സൊസൈറ്റി കുറെ കോംപ്ലക്സ് ആയി, കുറച്ചുകൂടെ ഡൈവേഴ്സ് ആയി, സിമിലറിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയി മാറി. അപ്പൊ ആ ഒരു രീതിയിൽ ഒരേ ഡയറക്ഷനിലുള്ള വളർച്ച, ആ വളർച്ച എങ്ങനെയാണ്, സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്കുള്ള വളർച്ചയായിട്ട് മാറിയെന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, സിമ്പിൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഫാമിലി, അതുപോലെ ഫാമിലീസ് ക്ലാൻസ് ആയിട്ട്, ഫാമിലീസ് ഗ്രൂപ്പ്ഡ് ഇൻടു ക്ലാൻസ് ആണ്. അതുപോലെ കോമ്പൗണ്ട് സൊസൈറ്റി എന്താണ്, ക്ലാൻസ് ഇൻടു
ട്രൈബായിട്ട് ക്ലാൻസുകൾ ട്രൈബായിട്ട് മാറുന്നതാണ് കോമ്പൗണ്ട് സൊസൈറ്റിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡബിളി കോമ്പൗണ്ട് സൊസൈറ്റിയാണ് ട്രൈബ്സ് ജോയിൻ ടുഗദർ ആവുന്നു. അതുപോലെ തന്നെ ട്രിപ്പിളി കോമ്പൗണ്ട് സൊസൈറ്റി ട്രൈബ്സ് ഫ്രം ഫോം നേഷൻസ് ഓർ സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു രീതിയിൽ 4ആയിട്ട് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഫാമിലീസ് ക്ലാനുകളായി ഗ്രൂപ്പ് ആവുന്നു. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഈ ക്ലാനുകളെല്ലാം ചേർന്ന് ട്രൈബായിട്ട് മാറാണ് അല്ലെ. ഡബിളി കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ട്രൈബുകളെല്ലാം എന്താ പറയാ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു. ട്രിപ്പിളി എന്ന് പറയുമ്പോൾ ഈ ട്രൈബുകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മള് അദ്ദേഹം തന്നെ സൊസൈറ്റീനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മിലിറ്ററി സൊസൈറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ മിലിറ്ററി സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ കമ്പൽസറി ആയിട്ടുള്ള കോപ്പറേഷനിലൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിലുള്ള സൊസൈറ്റിയാണ്. ഇപ്പൊ ചില സൊസൈറ്റിയിലൊക്കെ ഈ മിലിറ്ററി പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ആളുകൾ കമ്പൽസറി ആയിട്ട് ആർമിയിലൊക്കെ ജോയിൻ ചെയ്യണം, കമ്പൽസറി ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതോറിറ്റി ഒക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, ആർക്കും വേറെ രീതിയിലുള്ള അധികാരവും ഇല്ല. ഓക്കെ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി, വളരെ റിജിഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഹയറാർക്കി, ആ ഒരു രീതിയിലൊക്കെ എന്താ പറയാ കമ്പൽസറി ആയിട്ടുള്ള കോപ്പറേഷൻ ഒക്കെ ഉള്ള രീതിയിലുള്ള സൊസൈറ്റീനെയാണ് മിലിറ്ററി സൊസൈറ്റി എന്ന് പറയാം. നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ എന്താ, അവിടെ കമ്പൽസറി ആയിട്ടുള്ള കോപ്പറേഷൻ ഒന്നുമില്ല, വേണമെങ്കിൽ കോപ്പറേറ്റ് ചെയ്താൽ മതി, വോളണ്ടറി ആയിട്ടുള്ള കോപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ആളുകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്, വ്യക്തിപരമായ അവകാശങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിനും സാമ്പത്തികമായ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള സെപ്പറേഷൻ ഉണ്ട്. അതുപോലെ ഫ്രീ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അസോസിയേഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് മിലിറ്ററി സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല. ആളുകൾക്ക് വോളണ്ടറി ആയിട്ട് ജോയിൻ ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ അവകാശങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അസോസിയേഷൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള സൊസൈറ്റീനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഹേർഡ്ബർട്ട് സ്പെൻസർ ആണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, മിലിറ്ററി സൊസൈറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ള ബേസിൽ. അതുപോലെ തന്നെ ഫ്രെഡിനാർഡ് ടോണിസ്, അപ്പൊ അദ്ദേഹം സൊസൈറ്റീനെ ജെമിൻ ഷാഫ് ആൻഡ് ജസൽ ഷാഫ് എന്നുള്ള രീതിയിൽ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രെഡിനാർഡ് ടോണിസിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1855 മുതൽ 1936 വരെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജെമിൻ ഷാഫ് സൊസൈറ്റി എന്ന് പറയുന്നത്, ജെമിൻ ഷാഫ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ നാച്ചുറൽ ക്ലോസ് ഇമോഷൻ ടൈസ് ആണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേപോലെയുള്ള ഒരേ ഫീച്ചേഴ്സ് ഉള്ള ആളുകൾ. ഇപ്പൊ നമ്മളുടെ റൂറൽ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ, കൂടുതൽ ഒരേ ഫീച്ചേഴ്സ് ഉള്ള ആളുകളാണ്. നമുക്കിവിടെ ഹോമോജിനിറ്റി കാണാൻ വേണ്ടി പറ്റും. ഫാമിലി, കിൻഷിപ്പ്, നെയ്ബർഹുഡ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഷെയർഡ് വാല്യൂസും ബിലീഫ്സും ട്രഡീഷൻസും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ജമീൻ ഷാഫ് എന്ന് വിളിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ സിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ, കുറച്ചുകൂടെ അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ എന്താ പറയാ, ജസിൽ ഷാഫ് ആണ്. അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, റാഷണൽ കാൽക്കുലേഷൻ ആണ്, പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നുമല്ല, ഇംപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ള സൊസൈറ്റീനെയാണ് ജസൽ ഷാഫ് എന്ന് നമ്മൾ പറയാ. കുറച്ചുകൂടെ സിറ്റിയിലേക്കൊക്കെ നമ്മൾ ജസൽ ഷാഫിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ സെൽഫ് ആയിട്ടുള്ള അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിന് വാല്യൂ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജമീൻ ഷാഫ്, അതായത് നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മളുടെ ഒരേപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഷെയർഡ് വാല്യൂസും ബിലീഫ്സും ട്രഡീഷൻസും ക്ലോസ് ആയിട്ടുള്ള ഇമോഷണൽ ടൈസ് ഒക്കെ ഉള്ള രീതിയിലുള്ള സൊസൈറ്റി ഒക്കെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒക്കെ സമയത്ത് വീക്ക് ആയിട്ടുണ്ട്. ആളുകൾ റൂറലിൽ നിന്നും അർബനിലേക്ക് മാറി ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഒക്കെ എന്താണ്, ആ ഒരു ബ്യൂട്ടിഫുൾനെസ് ഒക്കെ പോയിട്ടുണ്ട്. ആ ഒരു ക്ലോസ് ഇമോഷണൽ ടൈസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയലൈസേഷനിലൂടെയൊക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ സൊസൈറ്റിക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷന്റെ സമയത്ത് വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഡർക്കെയിം, അദ്ദേഹം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം നമ്മളുടെ സൊസൈറ്റിയുടെ പ്രോഗ്രസിനെ മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക്കൽ സോളിഡാരിറ്റി എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക് സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ
പഴയ സൊസൈറ്റി എന്ന് ആലോചിക്കുക. ഷെയർഡ് വാല്യൂസും കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും എല്ലാവരും ഒരുപോലെ കണ്ടിരുന്ന ഒരു സൊസൈറ്റി, ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിനെയാണ് നമ്മൾ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയാം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ മോഡേൺ സൊസൈറ്റി, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി, കൂടുതൽ സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട്, ആളുകൾ ഇന്റർഡിപെൻഡൻസിലൂടെ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു പഴയ നമ്മളൊരു കല്യാണ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ മെക്കാനിക് സോളിഡാരിറ്റി ആണെങ്കിൽ എന്താണ്, അവിടെ എല്ലാ ജോലികളും എല്ലാവരും കൂടി ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും അഗ്രികൾച്ചർ ആയിരുന്നു, എല്ലാവരും കൂടുതൽ ഒരേ രീതിയിലുള്ള ഓക്യുപ്പേഷൻസ് ആയിരുന്നു, എല്ലാവരും ഒരേ സാമ്പത്തിക അവസ്ഥയിലുള്ള ആളുകളായിരുന്നു. പക്ഷെ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ, ഓർഗാനിക് സോളിഡാരിറ്റിയിലേക്ക് വരുമ്പോൾ എന്താ, ഇപ്പൊ ഒരു കല്യാണ വീട് എടുക്കുകയാണെങ്കിൽ അവിടെ സ്പെഷ്യലൈസേഷൻസ് നമുക്ക് കാണാൻ പറ്റൂ അല്ലെ. ഈവന്റ് മാനേജ്മെന്റ് എടുത്താൽ ഫുഡിന് ഒരു ടീം കാണാം, ഡെക്കറേഷൻ ഒരു ടീം കാണും, അതുപോലെ ആങ്കറിങ്ങിന് ഒരു ടീം കാണും. അപ്പൊ മൊത്തത്തിൽ അവനെ ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. പക്ഷെ അവരെല്ലാരും കൂടെ ഇന്റർഡിപെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു മാരേജ് ഫംഗ്ഷൻ അടിപൊളിയാക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വ്യക്തമായ ഒരു ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾക്ക് മോഡേൺ സൊസൈറ്റിയിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡർക്കൈമിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മെക്കാനിക്കൽ, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും ഓർഗാനിക് സോളിഡാരിറ്റി, അതായത് മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള മാറ്റത്തെയാണ് അദ്ദേഹം ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മോഡേണൈസേഷനിലൂടെ ആളുകൾക്ക് ഒരുപാട് ഫ്രീഡം ഒക്കെ കിട്ടാൻ തുടങ്ങി. പക്ഷെ അതിലൂടെ ഒരുപാട് റിസ്കുകൾ ഉണ്ടായി, ആളുകൾക്ക് നോമൊന്നും ഇല്ലാതെയായി, നോംലെസ്നെസ് ഒക്കെ വന്നു തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സ് വെബർ, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1864 മുതൽ 1920 വരെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം റാഷണലൈസേഷനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റം, റിലീജിയൻ, ട്രഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താ, അങ്ങനെയൊന്നുമില്ല അല്ലെ, കൂടുതൽ റാഷണൽ ലീഗൽ ആണ്, അതോറിറ്റി ഉണ്ട്, അതുപോലെ വ്യക്തമായിട്ടുള്ള ഒരു ബ്യൂറോക്രസി നമുക്ക് മോഡേൺ സൊസൈറ്റിയിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അയേൺ കേജ് ഓഫ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു ബ്യൂറോക്രസി നമ്മളുടെ സൊസൈറ്റിയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു അയേൺ കേജ് പോലെയാണ്. നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ചില സമയത്ത് ലെറ്ററുകൾ എഴുതേണ്ടി വരും, ഫോർമൽ ആയിട്ടുള്ള ലെറ്ററുകൾ എഴുതേണ്ടി വരും, ഫോർമൽ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും അല്ലെ. നമ്മൾ ആ ഒരു അയേൺ കേജിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ബ്യൂറോക്രസി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ആ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന്, ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റംസും റിലീജിയനും ട്രഡീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്നും ഈ ഒരു റാഷണൽ ലീഗൽ അതോറിറ്റി ആയിട്ട് നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ LT ലോബ്ഹൗസ്, അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1864 മുതൽ 1929 വരെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഒരു സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് റാഷണാലിറ്റിയിലൂടെയും മൊറാലിറ്റിയിലൂടെയും ഒക്കെ വളർന്നിട്ടുള്ളതാണ്. പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റിസിലും ഈക്വാലിറ്റിയിലും വെൽഫെയറിലും ഒക്കെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലെ. നല്ല രീതിയിൽ ഒരു കോപ്പറേഷനും ഡെമോക്രസിയും ഒക്കെ സൊസൈറ്റിയിൽ കാലക്രമേണ വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഓക്കെ, അതാണ് LT ലോബ്ഹൗസിന്റെ സൊസൈറ്റിയുടെ ഈ ഒരു വാദത്തിൽ അദ്ദേഹം പറയുന്നത്. അടുത്തതായിട്ട് നമ്മളെ ടാഡ്കോട്ട് പാഴ്സൺസ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 1902 മുതൽ 1979 വരെയാണ്. അപ്പൊ അദ്ദേഹം സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിലൂടെ ഈ ഒരു ചേഞ്ചിനെ വിശദീകരിച്ചിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് വെറുതെ ഇവോൾവ് ചെയ്തിട്ടുള്ളതല്ല, സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്ക് സൊസൈറ്റി മാറിയിട്ടുള്ളതാണ്. സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സൊസൈറ്റിനെ 4 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിമിറ്റീവ് സൊസൈറ്റി, പ്രിമിറ്റീവ് എന്താണ്, പഴയ കാലത്തുള്ള സൊസൈറ്റി, നമ്മളുടെ കിൻഷിപ്പിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പഴയ കാലത്തുള്ള സൊസൈറ്റി. ദെൻ ആർക്കൈക് സൊസൈറ്റി, അതായത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലൂടെ ഡെവലപ്പ് ആയിട്ടുള്ളത്. ദെൻ ഹിസ്റ്റോറിക് സൊസൈറ്റി, ലീഗൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ആയിട്ടുള്ളത്. ദെൻ മോഡേൺ സൊസൈറ്റി, ബേസ്ഡ് ഓൺ യൂണിവേഴ്സാലിറ്റിക് വാല്യൂസ്, ഡെമോക്രസി, സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ ഈ ഒരു രീതിയിൽ അദ്ദേഹം സൊസൈറ്റിനെ 4 എവല്യൂഷണറി സ്റ്റേജിലൂടെ സൊസൈറ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഗിൽ ഫ്രെയിംവർക്ക്, അഡാപ്റ്റ്, ഇന്റഗ്രേറ്റ്, അച്ചീവ് ഗോൾസ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി, ഈ ഒരു അഗിൽ മോഡലും നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു അഖിൽ ഫ്രെയിംവർക്കിലൂടെയും അദ്ദേഹം സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ സൊസൈറ്റി നമ്മളുടെ ഒരുപാട് രീതിയിലുള്ള ഡെവലപ്മെന്റ് നമ്മൾക്ക് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. എക്കോണമിക് ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വെറുതെ ഒരു ഡെവലപ്മെന്റ് അല്ല, നമുക്ക് എക്കോണമിക് ഗ്രോത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോഡേണൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ട്രഡീഷണലിൽ നിന്ന് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും വാല്യൂസിലേക്കും ഒക്കെയുള്ള മാറ്റം. അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, അഗ്രേറിയൻ എക്കോണമിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ എക്കോണമിയിലേക്കുള്ള മാറ്റം. അതുപോലെ അർബനൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ, മൈഗ്രേഷൻ ഫ്രം പീപ്പിൾ ഫ്രം റൂറൽ ഏരിയാസ് ടു സിറ്റീസ്. അതുപോലെ ഒക്യുപ്പേഷനുകൾ, ആളുകളുടെ ജോലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. പണ്ട് കാലത്ത് ആളുകൾ അഗ്രികൾച്ചർ വർക്കായിരുന്നു, പക്ഷെ ഇന്ന് എന്താണ്, നോൺ അഗ്രികൾച്ചർ സെക്ടറിലേക്കൊക്കെ ആളുകളുടെ ജോലികൾ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 3 മേജർ കണോട്ടേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത്, വളർച്ച ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, മോഡേണൈസേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രോത്ത്, ഡെവലപ്മെന്റിൽ നമുക്കൊരു വളർച്ച കാണാൻ പറ്റും അല്ലെ. ഒരു വളർച്ചയുണ്ട്, എക്കോണമിക്കലി നമ്മൾ വളരുന്നുണ്ട്, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മൾ കൂടുതൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വളർച്ചയിലൂടെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ബേസിക് നീഡുകൾ, നമ്മളുടെ ഹ്യൂമൻ ബേസിക് നീഡായിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾക്ക് എത്രത്തോളം മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ അല്ലെ. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ്, നമ്മളുടെ ചോയ്സുകൾ, നമ്മൾക്ക് ആവശ്യത്തിന് ഫ്രീഡം ഉണ്ടോ, ആ ഒരു ചോയ്സ് ഒക്കെ നമ്മൾക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ചോയ്സുകൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പൊ ആ ഒരു രീതിയിൽ പ്രോഗ്രസ്സും ഇംപ്രൂവ്മെന്റും പോസിറ്റിവിറ്റി ഒക്കെ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി വളർന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ചേഞ്ച്, സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാം. എക്കോണമിക്കലി, സോഷ്യലി, പൊളിറ്റിക്കലി, കൾച്ചറലി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയൽ എക്കോണമിയിലേക്ക് മാറ്റം ഉണ്ടായി അല്ലെ. പൊളിറ്റിക്സിലൊക്കെ നമ്മൾക്ക് മാറ്റം ഉണ്ടായി, ലിറ്ററസി വളർന്നു, മോഡേണൈസേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മളുടെ മോഡേണൈസേഷൻ, ഡെവലപ്മെന്റ് ആസ് എ മോഡേണൈസേഷൻ, ഓക്കെ, അവിടെ എന്തൊക്കെയാണ്, നമ്മൾ എക്കോണമിക്കലി നമ്മൾക്ക് ഒരുപാട് മോഡേണൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ ഉണ്ടായി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി. പൊളിറ്റിക്കലി നമ്മൾ ഒരുപാട് വളർന്നു. അതുപോലെ സോഷ്യൽ, നമ്മൾ ട്രഡീഷണലിൽ നിന്നും കാസ്റ്റ്, കിൻഷിപ്പിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ സോഷ്യലി നമ്മൾ വളർന്നു. അതുപോലെ കൾച്ചറലി നമ്മൾ ഒരുപാട് വളർന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾക്ക് മോഡേണൈസേഷൻ, എല്ലാ രീതിയിലുമുള്ള ഒരു മോഡേണൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സൊസൈറ്റി ഡെവലപ്ഡ് ആയി എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മളുടെ മിഡ് 20th സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്കോണമിക് ഗ്രോത്ത്, അതുപോലെ പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ മാർക്കറ്റിലുള്ള എക്സ്പാൻഷൻ, അതുപോലെ ജി എൻ പിയിലുള്ള മാറ്റങ്ങൾ. അപ്പൊ എല്ലാ രീതിയിലും മൊത്തത്തില് പോവർട്ടി, ബാക്ക്വേർഡ്നെസ്, പ്രൊഡക്ടിവിറ്റി, എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ്, എല്ലാ രീതിയിലും വളർച്ച ഉണ്ടെങ്കിലാണ് നമ്മളുടെ സൊസൈറ്റി മൊത്തത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോഫിറ്റില് ഒക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെ. അതുപോലെ മാർക്കറ്റിലുള്ള എക്സ്പാൻഷൻ, അതുപോലെ എന്താ പറയാ, ആളുകൾ പണ്ടത്തെ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഓക്യുപ്പേഷനിൽ നിന്നൊക്കെ മാറി ആളുകൾ കുറച്ചുകൂടെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, ആളുകൾ കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പൊല്യൂഷൻ ഉണ്ട്, എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയലി എങ്ങനെ വളർന്നു, ഇൻഡസ്ട്രിയലൈസേഷനിലൂടെയുള്ള വളർച്ച എങ്ങനെയാണ്, ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള വളർച്ച ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാം. പക്ഷെ ഡെവലപ്മെന്റിന് നമ്മൾക്ക് കുറച്ച് ഇമ്പാക്റ്റും ഉണ്ട്, അതാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലെ. നമ്മൾക്ക് എന്താ പറയാ, ലക്ഷറി ഉണ്ട്, ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ വളരുമ്പോൾ എന്താ പറ്റുക, ഒരുപാട് നമ്മൾക്ക് പ്രകൃതി മലിനീകരിക്കപ്പെടുന്നുണ്ട്, പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എൻവയോൺമെന്റും പണ്ടത്തെ രീതിയിൽ കൃഷി മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ല അല്ലെ. എൻവയോൺമെന്റിൽ ഒരുപാട് ഡാമേജുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസോഴ്സ്
ഡിപ്ലീഷൻ നമ്മൾക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ആളുകൾക്ക് ഒരുപാട് ഇനീക്വാലിറ്റി നമ്മൾക്ക് ഉണ്ടാവുകയാണ് ഡെവലപ്മെന്റിലൂടെ, അല്ലെ? അപ്പൊ ഡെവലപ്മെന്റിന്റെ അടുത്തൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇനീക്വാലിറ്റി ഉണ്ടാവുകയാണ്. അപ്പൊ സോഷ്യൽ ഇനീക്വാലിറ്റി ഉള്ളവന് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലാത്തവന് എന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഇനീക്വാലിറ്റി നമുക്ക് ഉണ്ടാവുകയാണ്. അതുപോലെ ആളുകൾക്ക് ദാരിദ്ര്യം കൂടി, മാർജിനലൈസേഷൻ വന്നു, ആളുകൾ കുറേയും കൂടെ എക്സ്ക്ലൂഷൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രി ഗുണ്ടർ ഫ്രാങ്ക് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? വേർ ഗ്ലോബൽ ഡെവലപ്മെന്റ് പ്രോസസ് മേക്ക് സം റീജിയൻസ് അഡ്വാൻസ്ഡ് വൈൽ കീപ്പിംഗ് അതേഴ്സ് ഡിപ്പെൻഡന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. അതായത് ഒരു സൈഡ് മാത്രം വളരുന്നു, അവർ അഡ്വാൻസ്ഡ് ആവുന്നു, ബാക്കി ഒരു സൈഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡഡ് ആണ്, ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അടുത്തൊരു ഇമ്പാക്ട് എന്താണ്? ഗ്ലോബലൈസേഷൻ ഓഫ് എക്കോണമി ആണ്. അതായത് എക്കോണമിക് ഗ്രോത്ത് ഇന്റർനാഷണലൈസേഷൻ ഓഫ് എക്കോണമിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു എന്നാണ് അടുത്തൊരു ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വൾണറബിലിറ്റിയിലേക്കൊക്കെ ആളുകളെ നയിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ലിമിറ്റ്സ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് എക്കോണമിക് ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഗ്ലോബലൈസേഷൻ ഉണ്ടാവുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ഓക്കെ, അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ പാറ്റേണിലൊക്കെ ഒരുപാട് ഷിഫ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മളുടെ വെൽത്ത് എന്ന് പറയുന്നത്, നമ്മളുടെ സാമ്പത്തികം എന്ന് പറയുന്നത് കുറച്ച് ആളുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ നമ്മൾ അംബാനിയൊക്കെ നോക്കിയാൽ എത്ര റിച്ച് ആണ്, അല്ലെ? അപ്പൊ എന്താ പറയാ, അവരുടെ ജനറേഷൻ അവർ ആ റിച്ച് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു വെൽത്ത് എന്ന് പറയുന്നത് കുറച്ച് ആളുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനീക്വാലിറ്റി വളർന്നുകൊണ്ടേയിരിക്കാം. ഈ ഒരു വെൽത്ത് കുറച്ച് ആളുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ എന്താ, അവർ പട്ടിണി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് വെൽത്ത് കിട്ടാതെ ഇരുന്ന ഈ ഒരു ഗ്യാപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വെൽഫെയർ സ്റ്റേറ്റ് ഒക്കെ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്ട് നമ്മൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ എക്കോണമിക് മോഡലിലൊക്കെ ഇന്നാഡിക്വസി ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ദ മെയിൻ സ്ട്രീം മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഈസ് മെക്കാനിസ്റ്റ് ആൻഡ് അസ്യൂം എക്കോണമിക് റാഷണാലിറ്റി. ഓക്കെ, ഒരു എക്കോണമിക് റാഷണാലിറ്റി നമ്മൾക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയാ, എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓഫൺ എക്സ്ക്ലൂഡ് ദ പുവർ മെജോറിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ദം, സോ ദേ ഫെയിൽ ടു അഡ്രസ് പോവർട്ടി, ദ ബിഗസ്റ്റ് ഡെവലപ്മെന്റൽ ചാലഞ്ച്. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ ഒരുപാട് വളരുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്കോണമിക് മോഡൽ നമ്മൾക്കില്ല. ഒരു ഭാഗത്തുള്ള ആളുകൾ മാത്രം, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് വളരുന്നത്. പക്ഷെ ഒരു സൈഡിൽ ഒരുപാട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് എക്സ്ക്ലൂഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് എക്കോണമിക് പ്രോബ്ലം നമുക്ക് ഉണ്ടാവുകയാണ് ഇതിലൂടെ. പോവേർട്ടി ഉണ്ടാവുകയാണ്, ഇനീക്വാലിറ്റി ഉണ്ടാവുകയാണ്, റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഹൗസിംഗ് ഷോർട്ടേജ് ഉണ്ട്, ഫോറിൻ ഡെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് വളർച്ച മാത്രമല്ല, നമ്മൾക്കത് ഗ്രോത്ത് മാത്രമല്ല, അതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ, ഒരുപാട് ഇമ്പാക്റ്റുകൾ നമ്മൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? ഓക്കെ, അതുപോലെ നമ്മുടെ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് തേർഡ് വേൾഡ് മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ വേൾഡ് വാർ സെക്കൻഡിലൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ, ഈ ഒരു ഡെവലപ്മെന്റ് ഒരുപാട് ഡിബേറ്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ഡീകൊളോണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു കാലത്ത് നമ്മളുടെ കോളനൈസറായി നിന്ന രാജ്യങ്ങൾ, അതായത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ കോൾഡ് വാർ, റിവർലി ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഡിബേറ്റുകളൊക്കെ ഈ ഒരു വേൾഡ് വാറിന്റെ സമയത്ത് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു 3 മോഡലിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്, 3 മോഡൽസ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാപിറ്റലിസ്റ്റ് ആണ്, മുതലാളിത്തമായിട്ടുള്ള വേൾഡ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് വരിക? നമ്മളുടെ യൂറോപ്പ് വരുന്നുണ്ട്, USA ഉണ്ട്, ജപ്പാൻ ഉണ്ട്. സെക്കൻഡ് വേൾഡ് എന്താണ്, സോഷ്യലിസ്റ്റ് വേൾഡ് ആണ്, അല്ലെ? USSR, കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഒക്കെയാണ് അതിന്റെ അണ്ടറിൽ വരിക. തേർഡ് വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂലി ഇൻഡിപെൻഡന്റ് നേഷൻസ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ഒക്കെയാണ് തേർഡ് വേൾഡിലേക്ക് വരിക. ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നമ്മുടെ ആദ്യത്തെ മോഡലാണ്.
അപ്പൊ അതിലെന്താ വരിക, പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് അല്ലെ. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ മുതലാളിത്തത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, മിനിമം സ്റ്റേറ്റ് കൺട്രോൾ ആയിരിക്കും. നമ്മുടെ എക്കോണമി ഒക്കെ മാർക്കറ്റ് കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ, മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എക്കോണമിയിലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ വരികയുണ്ടായി. അപ്പൊ തന്നെ ഒരുപാട് എന്താ പറയാ, ട്രാൻസ്ഫർ ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ് ഉണ്ടായി. അണ്ടർ എംപ്ലോയിഡ് റൂറൽ ലേബർ ഇൻ ടു മോർ പ്രൊഡക്റ്റീവ് അർബൻ ഇൻഡസ്ട്രിയൽ ജോബ്, മൊബിലൈസേഷൻ ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ സേവിംഗ് ഫോർ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡലിന് ശേഷം എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ ജോബിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡൊമസ്റ്റിക്കിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ജോബിലേക്കൊക്കെ ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമ്മൾക്ക് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡലിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ മുതലാളിത്തത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മുതലാളിത്തത്തിനും അവരുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസിനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വേൾഡ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റേറ്റും സെക്കൻഡ് മോഡൽ, സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, സ്റ്റേറ്റ് ഓണർഷിപ്പിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പ്ലാനിംഗ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രികൾക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ ക്ലാസ് ഇനീക്വാലിറ്റീസ് ഒക്കെ നമ്മൾ ക്യാപിറ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് കുറവ് നമ്മൾക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ USSR, ചൈന, ക്യൂബയൊക്കെ ഈ ഒരു സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ എക്സാമ്പിൾ ആയിരുന്നു. അപ്പൊ സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ് ഓണർഷിപ്പിനും മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്, അതുപോലെ ഈ ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു നമ്മൾ സോഷ്യലിസ്റ്റ് മോഡലിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും തുല്യരായിട്ട് കാണുക, സ്വയം പര്യാപ്തതയോട് കൂടിയിട്ടുള്ള ഒരു എക്കോണമി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഈ ഒരു സെക്കൻഡ് മോഡലിന്റെ, ഈ ഒരു സെക്കൻഡ് വേൾഡിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തേർഡിലേക്ക് വരുമ്പോൾ, തേർഡിൽ എന്താണ്, കൂടുതലായിട്ടും തേർഡ് വേൾഡ് മോഡലാണ് അല്ലെ. അതായത് കുറച്ചുകൂടെ ഈ ഒരു നമ്മൾ ക്യാപിറ്റലിസ്റ്റിന്റെയും സോഷ്യലിസ്റ്റിന്റെയും രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഈ രണ്ടിന്റെയും മിക്സ് ആയിട്ട് വരുന്നതാണ് നമ്മൾ തേർഡ് വേൾഡ് മോഡൽ എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ഒക്കെ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അല്ലെ. അതായത് ഈ ഒരു സമയത്ത് ഒരുപാട് പോവേർട്ടി, ലോ പ്രൊഡക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ടിന്റെയും മിക്സഡ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഐഡിയ എടുത്തിട്ട്, ഇപ്പൊ ക്യാപിറ്റലിസ്റ്റിനും ഒരുപാട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിനും ഒരുപാട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഐഡിയാസ് എടുത്തിട്ടാണ് ഈ ഒരു തേർഡ് വേൾഡ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നാഷൻ ബിൽഡിങ്ങിനും സ്റ്റേറ്റ് പ്ലാനിങ്ങിനും ഒക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മോഡലായിരുന്നു തേർഡ് വേൾഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റ് ആയിട്ട് വളരാൻ വേണ്ടി തുടങ്ങി, GNP ഒക്കെ സൊസൈറ്റിയിൽ കൂടാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ പോപ്പുലേഷൻ, ആളുകൾ വളരാൻ വേണ്ടി തുടങ്ങി. എന്നിരുന്നാലും എന്താണ് പറ്റിയ, സോഷ്യലി നമ്മൾ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ആളുകൾ വളരുന്നതോടുകൂടി ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള, അവർക്ക് എന്താ പറയുക, ഫുഡ്, ആവശ്യത്തിനുള്ള ഫുഡ് സപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പറ്റുക, ആളുകൾ കൂടുമ്പോൾ അവിടെ ഫുഡ് സപ്ലൈ കുറയുന്നു, ആളുകൾ പോവേർട്ടി, ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 4 പേരുള്ള ഒരു കൂട്ടം പോലെയല്ല ഒരു 10 പേരുള്ള ആളുകൾ അല്ലെ. അതുപോലെ സൊസൈറ്റി വളരുന്നതിനനുസരിച്ച്, സൊസൈറ്റിയിലെ ആളുകൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അവിടെ ഫുഡിന്റെ ആവശ്യകത വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത്രത്തോളം ഫുഡ് ആളുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അത്രത്തോളം ഫുഡ് ആളുകൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പോവേർട്ടി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ എന്താ, ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നിട്ട് ആളുകൾക്ക് ഡ്രഗ് അഡിക്ഷൻ, അതുപോലെ ആൽക്കഹോൾ, ഒരുപാട് പുതിയ പുതിയ സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ പ്രോബ്ലംസ് ഈ ഒരു ഡെവലപ്മെന്റിലൂടെ വരാൻ വേണ്ടി തുടങ്ങി. എയ്ഡ്സ് വന്നു, എന്താ പറയാ, ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഹോംലെസ്നെസ്, വീടില്ല, എല്ലാവർക്കും ആവശ്യത്തിനുള്ള വീടുകളില്ല. അതുപോലെ വയലൻസ് വന്നു, ഫാമിലി ഒക്കെ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലോ ഇൻകം കൺട്രീസ് എന്താണ്, അവര്
has shown that by wisely using resources to expand basic human capabilities like education and health, they can achieve high level of human development. അതായത് ചില പോസിറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഉണ്ട് ഈ ഒരു ചില കൺട്രീസൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസും ഉണ്ട്. അവർ എഡ്യൂക്കേഷന്റെ ആസ്പെക്റ്റിലും ഹെൽത്തിന്റെ ആസ്പെക്റ്റിലൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൺട്രീനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഡെവലപ്മെന്റിലൂടെയൊക്കെ ഒരുപാട് പോവേർട്ടിയും ഡിപ്രിവേഷനൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ എക്കോണമിക് ഗ്രോത്ത് ആയിക്കോട്ടെ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി അല്ലേ. ഓക്കെ, അപ്പം ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? എക്കോണമിക്കലി മാത്രം ഉണ്ടാവുന്ന വളർച്ചയല്ല. ആളുകൾക്ക് അവരുടെ ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റണം, ആളുകൾക്ക് ഫ്രീഡം ഉണ്ടാവണം, ആളുകൾക്ക് ക്യാപ്പബിലിറ്റീസ് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ഗ്രോത്ത് അവർക്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റൂ അല്ലെ. വെറുതെ എക്കോണമി സാമ്പത്തികപരമായി മാത്രം വളർന്നിട്ട് ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അത് ഒരു ഗ്രോത്ത് ഉള്ള ഒരു കൺട്രി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു UNDP എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് അവരുടെ ചോയ്സ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ചോയ്സ് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ലോങ് ഹെൽത്തി ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ അവർക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ്, എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ റിസോഴ്സസിന് ആക്സസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടോ, ഇൻകം ആയിക്കോട്ടെ, ഹൗസിംഗ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, റിസോഴ്സസിന് ആക്സസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ, എല്ലാ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ടോ, ക്രിയേറ്റിവിറ്റി ഉണ്ടോ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ. അപ്പൊ എല്ലാ രീതിയിലുള്ള ഒരു വളർച്ച അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്? അക്കോർഡിംഗ് ടു UNDP, ആളുകൾക്ക് അവരുടെ ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളജ്, അക്സസ് ടു റിസോഴ്സസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ UNDPയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന് 2 ഡയമെൻഷൻസ് ആണുള്ളത്. ആദ്യത്തേത് ഫോർമേഷൻ ഓഫ് ക്യാപ്പബിലിറ്റീസ്, സെക്കൻഡ് വൺ യൂസ് ഓഫ് ക്യാപ്പബിലിറ്റീസ് എന്നുള്ളതാണ്. ഫോർമേഷൻ ഓഫ് ക്യാപ്പബിലിറ്റീസിൽ എന്താണ്? ബിൽഡിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ത്രൂ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ആക്സസ് ടു റിസോഴ്സസ്. ഈ ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ അവർക്ക് ഹ്യൂമൻ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതാണ് ആദ്യത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? പീപ്പിൾ അപ്ലൈയിങ് their പൊട്ടൻഷ്യൽ പ്രൊഡക്ടിവിറ്റി ഇൻ കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക് ലൈഫ്. അപ്പൊ ആദ്യത്തേന്ന് പറയുന്നത് ഈ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, രണ്ടാമത്തേന്ന് പറയുന്നത് ഈ അച്ചീവ് ചെയ്ത പൊട്ടൻഷ്യൽ അവരുടെ ലൈഫിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൾച്ചറലി, സോഷ്യലി, പൊളിറ്റിക്കലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉള്ളതാണ് രണ്ടാമത്തെ ഡയമെൻഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കൺസേൺ അഗെയിൻസ്റ്റ് റൂട്ട്ലെസ് എക്സെട്ര ആൻഡ് ഗ്രോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് നമ്മളുടെ കൺവെൻഷൻ മോഡൽ ഓഫ് ഗ്രോത്ത്. കൺവെൻഷൻ മോഡൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ അല്ലെ. റിച്ചിന്റെയും പൂവറിന്റെയും വലിയൊരു ഗ്യാപ്പ് നമുക്ക് ഗ്രോത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ പ്യൂറസ്റ്റ് ആയിട്ട് എന്താണ്? 20%. 20% so their global income share fall from 2.3% to 1.4 ആയിട്ട് ലാസ്റ്റ് 30 yearsൽ കുറഞ്ഞിട്ടുണ്ട് അല്ലെ. പോറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്? അവരുടെ ഗ്ലോബൽ ഇൻകം 2.3% നിന്നും 1.4% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള 20% ആളുകൾ ഇൻക്രീസ്ഡ് ദെയർ ഷെയർ ഫ്രം 70% to 85%. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ഇനീക്വാലിറ്റി, ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻകം ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ട്രിപ്പിൾഡ് ആയിട്ട് വളർന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇൻകം ഇനീക്വാലിറ്റി എന്താണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഇനീക്വാലിറ്റി നമ്മൾക്ക് എത്രത്തോളം നമ്മൾ ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തുല്യത ആർക്കും ഒരു തുല്യമായി ഈക്വൽ ആയിട്ട് കാണുന്നില്ല. ഈ ഒരു തുല്യത ഇല്ലായ്മ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ 5 നെഗറ്റീവ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഗ്രോത്ത് നമുക്ക് UNDP ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേതാണ് ജോബ്ലെസ് ഗ്രോത്ത് അല്ലെ.
അതായത് എക്കോണമിക് ഗ്രോത്തിലൂടെ എന്താണ് പറയുന്നത്, ജോബ്ലെസ് ഗ്രോത്തും ഉണ്ടാവുന്നുണ്ട്. കാരണം ആളുകൾ വളർന്നുകൊണ്ടിരിക്കുക, പക്ഷെ എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അല്ലെ. അതായത് ആളുകൾക്ക് ഇപ്പൊ തന്നെ അറിയാം, ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ലോ പേയിങ് ജോബ് ഉണ്ട്, പല ജോലിക്കും സെക്യൂരിറ്റി ഇല്ല. ഇപ്പൊ അഗ്രികൾച്ചറിലും ഇൻഫോർമൽ സെക്ടറിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇല്ല, ഇൻസെക്യൂർ ജോബാണ്. അപ്പൊ ജോബ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആദ്യത്തെ നെഗറ്റീവ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് ആയിട്ട് UNDP 1996 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് റൂത്ത്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് മെയിൻലി ടു റിച്ച് ആണ് അല്ലെ. വൈൽ ദ പുവർ റിമൈൻ എക്സ്ക്ലൂഡഡ്, വൈഡിങ് ഇൻഇക്വാലിറ്റി ലീഡ്സ് ടു പോവർട്ടി ആൻഡ് മാർജിനലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അംബാനി എന്നും അംബാനിയാണ്. അംബാനിക്ക് എന്താ പറയാ, ജനറേഷൻ ടു ജനറേഷൻ അവരെന്നും റിച്ച് ആണ്. അപ്പൊ ഈ പാവങ്ങൾ എന്താ ചെയ്യുക, അവരെന്നും താഴേക്കടയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത് അല്ലെ. പോവേർട്ടി അനുഭവിക്കുന്നവരെന്നും ഈ ഒരു പോവേർട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റൂട്ട്ലെസ് ഗ്രോത്ത് എന്താണ്, എക്കോണമിക് എക്സ്പാൻഷൻ ഇറോഡ്സ് കൾച്ചറൽ ഐഡന്റിറ്റി, മൈനോറിറ്റി കൾച്ചേഴ്സ് ആർ മാർജിനലൈസ്ഡ് ബൈ ഡൊമിനന്റ് മെജോറിറ്റി കൾച്ചേഴ്സ്. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ കുറച്ച് മൈനോറിറ്റി ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ കൾച്ചറിനൊന്നും വലിയ രീതിയിലുള്ള ഒരു അറ്റൻഷൻ ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ, മെജോറിറ്റി ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് കൾച്ചറാണോ ഉള്ളത് ആ ഒരു കൾച്ചറാണ് നമ്മുടെ സൊസൈറ്റിനെ ലീഡ് ചെയ്യുന്നത്. മൈനോറിറ്റി ആയ കൾച്ചറിന് യാതൊരു രീതിയിലുള്ള നിലനിൽപ്പും നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ വോയിസ്ലെസ് ഗ്രോത്ത് അടുത്ത നാലാമത്തെ ടൈപ്പാണ് അല്ലെ. എല്ലാ ആളുകൾക്കും ഡിസിഷൻ മേക്കിങ്ങിനൊന്നും പാർട്ടിസിപ്പേഷൻ ഇല്ല. ഡെമോക്രാറ്റിക് റിപ്രസെന്റേഷൻ നോക്കുകയാണെങ്കിലും ഒരുപാട് വീക്കാണ് അല്ലെ. ഇപ്പൊ വിമൺ ആയിക്കോട്ടെ, അവർക്കൊന്നും വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഒന്നും നമ്മൾ ഡെമോക്രാറ്റിക് റെപ്രസെന്റേഷനിൽ ഇല്ല. നമ്മളുടെ നിയമത്തിലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഭരണരീതിയൊക്കെ നോക്കുകയാണെങ്കിൽ വിമണിനൊക്കെയുള്ള പാർട്ടിസിപ്പേഷൻ കുറവ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി മെന്നിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അവർ വോയിസ്ലെസ് ആണല്ലേ. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരുപാട് ആളുകൾക്ക് പാർട്ടിസിപ്പേഷൻ ലഭിക്കുന്നില്ല. അടുത്തതാണ് ഫ്യൂച്ചർലെസ് ഗ്രോത്ത്. അതുപോലെ തന്നെ എന്താണ്, അതിലെന്താണ് പറയുന്നത്, എൻവയോൺമെന്റിൽ നമുക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്, നമ്മളുടെ ഫോറസ്റ്റുകൾ, നമ്മളുടെ റിവറുകൾ, നമ്മുടെ റിസോഴ്സസുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്താണ്, നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമ്മളുടെ എൻവയോൺമെന്റ് നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മളുടെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതാണ് അമർത്യ സെൻ. ഓക്കെ, അദ്ദേഹം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്കോണമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം 1999 അപ്പൊ അമർത്യ സെൻ അദ്ദേഹം എക്കോണമിക് ഗ്രോത്തിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആളുകൾ റിയൽ ആയിട്ടുള്ള ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടതായിട്ട് പറയാം അല്ലെ. അതായത് GDP മാത്രമുള്ള മൊത്തത്തിലുള്ള ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമല്ല, മൊത്തത്തിൽ ആളുകൾക്ക് ഫ്രീഡം കിട്ടുന്നുണ്ടോ, ആളുകൾക്ക് ആ ഫ്രീഡത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതായത് GDPയോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമൊന്നും അല്ല അല്ലെ. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ഫ്രീഡം, ബെറ്റർ ഹെൽത്ത്, ബെറ്റർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഈക്വാലിറ്റി, അതുപോലെ എല്ലാ രീതിയിലുള്ള ഫ്രീഡം അവർക്ക് കിട്ടുന്നുണ്ടോ അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രീഡം എന്ന് അമർത്യ സെൻ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അമർത്യ സെൻ സെൻട്രൽ പർപ്പസ് ഓഫ് ഡെവലപ്മെന്റില് ടു ഇംപ്രൂവ് ഹ്യൂമൻ ലൈഫ്സ് ബൈ എക്സ്പാൻഡിങ് ദ റേഞ്ച് ഓഫ് തിങ്സ് പീപ്പിൾ ക്യാൻ ബി ഡു. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ആ ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ, ആ തടസ്സങ്ങളെയൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഇല്ലിറ്ററസി, അവിടെ നിരക്ഷരരായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ അത് ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ പുവർ ഹെൽത്ത് നമ്മൾക്ക് അവിടെ പാടില്ല അല്ലെ. അതുപോലെ പോവേർട്ടി ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ദാരിദ്ര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ലാക്ക് ഓഫ് റിസോഴ്സസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ഡീനിയൽ ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇതൊക്കെ ഡെവലപ്മെന്റിനെ തടസ്സം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാട് നിരക്ഷരരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ട് ഇവിടെ ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള വിദ്യാഭ്യാസം വേണം, നല്ല ഹെൽത്ത് വേണം, പോവേർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റൂ അല്ലെ. അതുപോലെ എക്കോണമിക് ഗ്രോത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമ്മളുടെ
ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു, അമർത്യ സെന്നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. എക്കോണമിക് ഫ്രീഡം ഉണ്ടാവണം, നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ജോലിക്ക് അനുസരിച്ചുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടോ, അതുപോലെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആക്സസ് ഉണ്ടോ, പൊളിറ്റിക്കലി നമ്മൾക്ക് വോയിസ് ഉണ്ടോ, നമുക്ക് പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഇൻസ്ട്രുമെന്റൽ ഫ്രീഡം ഉണ്ടോ, ഓക്കെ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫ്രീഡം, എക്കോണമിക് ഫെസിലിറ്റീസ്, സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എഡ്യൂക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, അതുപോലെ ട്രാൻസ്പെറൻസി ഗ്യാരണ്ടീസ്, ട്രസ്റ്റ്, ഓപ്പൺനെസ്, ആബ്സെൻസ് ഓഫ് കറപ്ഷൻ. അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാ തരത്തിലുള്ള ഫ്രീഡം നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് ഡെവലപ്ഡ് ആണ്, നമ്മൾ ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാരഡിം ഷിഫ്റ്റ് ഇൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. 1917 ഈ ഒരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഒക്കെ പോസ്റ്റ് കൊളോണിയൽ കൺട്രീസിൽ, ഇന്ത്യ പോലുള്ള പോസ്റ്റ് കൊളോണിയൽ കൺട്രീസിൽ 3 മേജർ ഫേസ് ഓഫ് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആണ്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫേസിലാണ്, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഫേസിൽ. അപ്പൊ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റിയിൽ എന്തൊക്കെയാണ്? കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചു, അതുപോലെ കൃഷിയിൽ തന്നെ മോഡേണൈസേഷൻ ഉണ്ടായി, കൂടുതൽ എന്താ പറയാ ഒരുപാട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ്, ടെക്നിക്സ് ഒക്കെ കൃഷിയിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കുറച്ചുകൂടെ വളർന്നു, എഡ്യൂക്കേഷൻ ഉണ്ടായി, മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത്? നല്ല രീതിയിലുള്ള ഒരു എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അല്ലെ. പക്ഷെ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹൗസിംഗ്, ബേസിക് നീഡ്സ് ഒക്കെ ഒരുപാട് ലാർജ് സെക്ഷനിലുള്ള ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്തിരുന്നത്. പക്ഷെ കുറച്ച് ആളുകൾക്ക് എന്താണ്, ഈ ഒരു രീതിയിലുള്ള പല രീതിയിലുള്ള ഫെസിലിറ്റീസും കിട്ടിയിരുന്നില്ല അല്ലെ. ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒക്കെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്തിരുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രമാണ്, എല്ലാ ആളുകൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് 1970 ഓൺവേർഡ്സ് മുതലാണ് വന്നിട്ടുള്ളത്. സോഷ്യൽ ജസ്റ്റിസിൽ എന്തൊക്കെയാണ്? ഇക്വിറ്റി, അതുപോലെ റീഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് കുറച്ചുകൂടെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ട്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തണമായിരുന്നു. പക്ഷെ എന്താണ്, അവിടേക്കൊന്നും അധികം എത്തിയിരുന്നില്ല. അപ്പൊ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത 1919 ഓൺവേർഡ്സിൽ എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ് ലിബറലൈസേഷൻ, കൊളാപ്സ് ഓഫ് സോഷ്യലിസം, WTO, GATT, GATS, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ വന്നു. അപ്പം ആ ഒരു സമയത്താണ് ഈ ഒരു താഴേക്കിടയിൽ നിൽക്കുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. അതുപോലെ എംപവർമെന്റ് മാത്രമല്ല, അതുപോലെ എക്കോണമിക് ഗ്രോത്തും, ഓക്കെ, എക്കോണമിക് ഗ്രോത്ത് മാത്രമല്ല എംപവർമെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു കാലയളവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റീഡിഫൈനിങ് ദ റോൾ ഓഫ് സ്റ്റേറ്റ്. റീഡിഫൈനിങ് റോൾ ഓഫ് സ്റ്റേറ്റിൽ എന്താണ്? നമ്മളുടെ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 1997 എംഫസൈസ് എ ന്യൂ റോൾ ഫോർ ദ സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റിന് ഒരു ന്യൂ റോൾ ഓഫ് സ്റ്റേറ്റ് 1997 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ റോൾ ഓഫ് ദ സ്റ്റേറ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്റ്റേറ്റ് ഈസ് എ സെൻട്രൽ ടു എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്കോണമി ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന് സെന്റർ ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്? ബട്ട് ഇറ്റ് ഈസ് നോ ലോങ്ങർ സീൻ ആസ് ദ സോൾ പ്രൊവൈഡർ ഓഫ് ഗ്രോത്ത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഷുഡ് ആക്ട് ആസ്, നമ്മളുടെ സ്റ്റേറ്റ് നല്ലൊരു പാർട്ട്ണറായിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യണം. പ്രൈവറ്റ് സെക്ടറിലും സിവിൽ സൊസൈറ്റിയിലും ഇന്റർനാഷണൽ ബോഡീസിലൊക്കെ നല്ലൊരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എനാബിളിംഗ് ഗ്രോത്തും നമ്മൾ എൻകറേജ് ചെയ്യാനൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നമ്മൾക്ക് സ്റ്റേറ്റ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ റോളുകളായിട്ട്. സ്റ്റേറ്റ് ഈ രീതിയിലൊക്കെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 1997 സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഡെവലപ്മെന്റ് സബ്മിറ്റ് 1995
പീപ്പിൾ സെന്റേർഡ് അപ്രോച്ച്, നമ്മളുടെ ഡെവലപ്മെന്റിന് പീപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ച്, ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ചുകൾ വേണം. നമ്മളുടെ സാമ്പത്തികം ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കുറച്ച് ആളുകൾക്ക് ലഭിച്ചാൽ അവിടെ ഡെവലപ്മെന്റ് എന്നല്ല, എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന രീതിയിലുള്ളതാണോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റീനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആളുകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാ ആക്ടിവിറ്റികൾക്കും ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, ആളുകളുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും ആളുകളെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള താഴേക്കിടയിലുള്ള ആളുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വേൾഡ് ഡെവലപ്മെന്റ് സബ്മിറ്റ് 1995 പറയുന്നത്. അതുപോലെ തന്നെ വിമനെ, സ്ത്രീകളെ എംപവർ ചെയ്യുക, അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള പ്രോഗ്രസ്സും ഇല്ലാത്തൊരു സൊസൈറ്റീനെ നമ്മൾ ഡെവലപ്ഡ് സൊസൈറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് ഫുൾ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. അപ്പൊ എല്ലാ രീതിയിലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ് എംപവർമെന്റിൽ നമ്മളുടെ സബ്മിറ്റ് അണ്ടർലൈൻ ദാറ്റ് എംപവർമെന്റ് മസ്റ്റ് ഹാപ്പൻ വിത്തിൻ എ സ്റ്റാബിൾ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക്. അതായത് എംപവർമെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് എംപവർമെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലോ ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നമ്മളുടെ പ്രൊസീജിയർ ആയിക്കോട്ടെ, അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും ഒബ്ലിഗേഷനൊക്കെ അലൈൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റേബിൾ ലീഗൽ ഫ്രെയിംവർക്ക് ആയിട്ടുള്ള ഒരു എംപവർമെന്റ് നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാ രീതിയിലും നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും റിസോഴ്സസും ആക്ടിവിറ്റീസും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ സ്റ്റേറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ സൊസൈറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ട് വരുള്ളൂ. അപ്പൊ സ്റ്റേറ്റ് എന്താണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള റൂൾ ഓഫ് ലോ ഒക്കെ കൊണ്ടുവന്നിട്ട് സൊസൈറ്റീനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ 3 ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ ഓഫ് എംപവർമെന്റ് ഉണ്ട്. റൂൾ ഓഫ് ലോ, സെലക്റ്റീവ് സ്റ്റേറ്റ് സപ്പോർട്ട്, സിവിൽ സൊസൈറ്റി റോൾ. റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ്സും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആ ലീഗൽ ഫ്രെയിംവർക്കിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാവണം. പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ എംപവർമെന്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോ-ഓപ്റ്റ് പ്രൊമോട്ട് പീപ്പിൾ ഇനീഷ്യേറ്റീവ് സ്ട്രാറ്റജിക്കലി, വ്യക്തമായിട്ടുള്ള ഒരു കോ-ഓപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക, പീപ്പിൾ ഇനീഷ്യേറ്റീവ് സ്ട്രാറ്റജിക്കലി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ NGO അതുപോലെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ, കമ്മ്യൂണിറ്റി ഒക്കെ എന്താണ് ക്രൂഷ്യൽ ആയിട്ട് ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള താഴേക്കിടയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എംപവർ ചെയ്യുക, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തേതായിട്ടുള്ള സിവിൽ സൊസൈറ്റി റോളിൽ ചെയ്യേണ്ടത്. അപ്പൊ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളിൽ മാത്രം ഉണ്ടായാൽ പോരാ അല്ലെ. അങ്ങനെ എംപവർമെന്റ് ഉണ്ടായാലേ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്ഡ് സൊസൈറ്റി നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു റൂൾ ഓഫ് ലോ ഉണ്ടാവണം, സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം, അതുപോലെ സിവിൽ സൊസൈറ്റിയുടെ ഒരു റോള് നമ്മൾക്ക് എംപവർമെന്റിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.